ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. ഞങ്ങളുടെ സ്കൂൾ ഓപ്പൺ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. നമുക്കിന്ന് കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈസി ആക്കാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ്. അപ്പോൾ ഉണ്ടാക്കിയ ബാക്കിയുള്ളത് റാഗി പുട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് കാസറോളാക്കി വെച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയി വന്നപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ എഗ്സും പിന്നെ ആവശ്യമുള്ള നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നാളത്തേക്ക് ഒരു 2 ആഴ്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിൽ ഞാൻ പച്ചമുളക് ഇതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതൊന്ന് കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഇനി യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് എടുത്ത് കട്ട് ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ നീറ്റായിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം കാലിയായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ അവിടെ നിന്ന് കാലിയായിരുന്നു. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കി കുപ്പി ഞാൻ അതിനായിട്ട് കഴുകി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി അത് ബോട്ടിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി എണ്ണ നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുകൂടാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് സ്പൂണിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ചുള്ളത് ചെറിയൊരു കണ്ടെയ്നറിൽ പിന്നെ ഇത് ബോട്ടിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് കുറച്ച് കറികൾ ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മോര് കറി ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കട്ടിങ്സൊക്കെ വെജിറ്റബിൾസും അങ്ങനെ എന്തൊക്കെയുള്ള കട്ടിങ്സും പ്രിപ്പറേഷൻസൊക്കെ ആദ്യം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എത്ര കറി ഉണ്ടാക്കാനായാലും ബുദ്ധിമുട്ട് വരില്ല. ഓൾറെഡി കട്ടിങ്ങൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ മോര് കറി കുമ്പളങ്ങയാണ് കേട്ടോ. കുമ്പളങ്ങ മോര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് പിന്നെ ഇനിയൊരു അച്ചാറിടാനുണ്ട്. മാങ്ങാച്ചാറ് ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അത് ഞാൻ വിനേഗറും ഉപ്പും കൂടി ഇട്ട് വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അത് കുറച്ച് ദിവസം ഒരാഴ്ച വെച്ചായിരുന്നു. അതിന് ശേഷം ഇതേപോലെ അച്ചാറുണ്ടാക്കിയിട്ട് അത് ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് തൊട്ട് കൂട്ടാമല്ലോ. പിന്നെ നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ദിവസത്തേക്കൊന്നും അല്ല, 2-3 ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി വറുത്തരച്ചാണ് വെക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. പിന്നെ ഒരു മുട്ടക്കറി വെക്കുന്നുണ്ട്. അപ്പോൾ മുട്ടക്കറി ഇന്ന് എടുക്കും കേട്ടോ. ഇന്നും നാളേക്കും കൂടിയിട്ടാണ്. ഇന്ന് നമുക്ക് വൈകിട്ട് ചപ്പാത്തിയുടെ കൂടെ എടുക്കാനും പിന്നെ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മട്ടൻ വെച്ചിട്ടുണ്ട്. മട്ടൻ കറി ഇതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ എനിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ അരച്ച് വെച്ചോണം. അപ്പോൾ അത് പൊന്താനായിട്ട് രാവിലെ 4:30-5 മണിയാകുമ്പോഴേക്കും തന്നെ എനിക്കിത് ഉണ്ടാക്കി കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി വേഗം തന്നെ അരച്ചാലും നേരം വിളിക്കുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് അത്രയും അങ്ങനെ പൊങ്ങി വരുന്നില്ല. സമയം എടുക്കുന്നുണ്ട്. ഒരു 8 മണി 9 മണിയൊക്കെ ആവണം കേട്ടോ ശരിക്കും ഒന്ന് പൊന്തി വരും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കാസ്ട്രോളിൽ നമ്മുടെ ചാക്സണിലാണ് കേട്ടോ അടച്ച് വെച്ചത്. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇത് ഞാൻ സ്കൂളിലേക്ക് ഓടുന്ന രാവിലെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ലാഗ് വന്നു. അപ്പോൾ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ നിന്ന് നേരെ കാണുന്നത് അവിടെ തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞത് ഇത് ബാക്കിൽ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ബിൽഡിങ്. അവിടെ നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബസ് വരും. അപ്പോൾ അത് ബസ് വന്നു. ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം 6:05 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് സൺറൈസ് സണ്ണിങ്ങനെ ഉദിച്ച് വരുന്നുള്ള സൺറൈസ് കാണാനായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സ്കൂൾ ബസ്സിലെ കുട്ടികൾ പറഞ്ഞു, ടീച്ചർ സൺ ഈസ് റൈസിങ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഫോണെടുത്ത് വീഡിയോ എടുക്കണം കേട്ടോ. അങ്ങനെ അതേ സണ്ണ് നമുക്ക് ദൂരെ നിന്ന് കാണാം. ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത്. ക്ലാസ് തുറന്നിട്ടില്ല. ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു നോക്കുകയാണ്. ശരിക്കും കുറച്ചും കൂടി ഫോണിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ നമുക്ക് സണ്ണ് കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു. ലഞ്ചൊക്കെ കഴിച്ച് ഉറങ്ങിയതിന് ശേഷം നമ്മളൊരു ഇപ്പോൾ ചായയൊക്കെ ഒന്നിങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെയും ചായ കുടിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കട്ട് ഷോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇതേപോലെ എന്തെങ്കിലും സൂപ്പോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ ലെമണേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ചിലപ്പോൾ വെള്ളം മാത്രം അങ്ങനെ കുടിച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ ചില ദിവസം നല്ല തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ചായ വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേപോലെ സൂപ്പ് കുടിച്ചു. പിന്നെ ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഈവനിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. Thanks for watching.